ഒരു അന്തർദേശീയ വാർത്തയിലേക്ക്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു എന്നൊരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പങ്കുവെക്കാനുള്ളത്. പാർട്ടിയിൽ നിന്നും പിന്തുണ നഷ്ടമായതോടെയാണ് അദ്ദേഹത്തിന്റെ രാജി. കുറെയൊക്കെ അവർക്ക് തിരിച്ചടി കൊടുത്ത് ഇങ്ങനെയാണ് എന്ന് കണ്ടോ എന്ന് പറയുന്ന ഒരു വാർത്ത കൂടിയാണിത്. ജസ്റ്റിൻ ട്രൂഡോയുമായി ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. അതെ, മാത്രമല്ല ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും രാജിവെക്കുന്നുവെന്ന് ട്രൂഡോ അറിയിച്ചിരിക്കുകയാണ്. ആ ട്രൂഡോയുടെ വാക്കുകളിലേക്ക് കൂടി എത്തിയതിനു ശേഷം നമുക്ക് തിരികെ എത്താം. I intend to resign as party leader, as prime minister, after the party selects its next leader through a robust, nationwide, competitive process. Last night I asked the president of the Liberal Party to begin that process. This country deserves a real choice in the next election, and it has become clear to me that if I'm having to fight internal battles, I cannot be the best option in that election. ഐസൻ ജോസ് കൂടി ചേരുകയാണ്. ഐസൻ, ഈ ഒരു മണിക്കൂറിൽ പങ്കുവെക്കാനുള്ളത് ചെറിയ വാർത്തയല്ല, വലിയ വാർത്തയാണ്. ട്രൂഡോ രാജിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല പാർട്ടി നേതൃത്വ സ്ഥാനത്ത് നിന്നുകൂടി താൻ രാജിവെക്കുന്നു എന്ന് അറിയിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ദേവിക, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ശക്തമായൊരു രാഷ്ട്രീയ കാർമേഘം ഉരുണ്ടുകൂടുകയായിരുന്നു കാനഡയ്ക്ക് മുകളിൽ എന്നതാണ് വലിയൊരു യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു ബാക്കിപത്രം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രാജി എന്നതും നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം രാജി പ്രഖ്യാപിക്കുകയും ചെയ്തത് അത് പാർട്ടി നേതൃസ്ഥാനത്തു നിന്നും അതുപോലെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെക്കുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അത് ഇന്നലെ രാത്രിയോടുകൂടി അത്തരത്തിലൊരു നിലപാട് അദ്ദേഹം അറിയിക്കുകയും രാജിയിലേക്ക് പോവുകയും ചെയ്തു. ഇന്ന്, അതായത് ബുധനാഴ്ചയ്ക്ക് മുൻപ് രാജി തീരുമാനമുണ്ടാകുമെന്ന് വളരെ കൃത്യമായി അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇനി അതിൻ്റെ പശ്ചാത്തലം, അതായത് ഏത് രീതിയിലാണ് ഈ രാജിയിലേക്ക് നയിച്ച കാര്യങ്ങളെന്ന് പരിശോധിക്കുമ്പോഴാണ് ഏറെ ഗൗരവമുള്ള ചില വിഷയങ്ങൾ വരുന്നത്. നമുക്കറിയാവുന്നതാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് അദ്ദേഹത്തിൻ്റെ തന്നെ ധനകാര്യമന്ത്രി രാജിവെച്ചത്. ധനകാര്യമന്ത്രി രാജിവെക്കുന്നതിന് കാരണമായത് നമുക്കറിയാവുന്നതാണ്. ട്രംപ് 25% താരിഫ് ചുമത്തുന്നൊരു സാഹചര്യമുണ്ടായി കാനഡയ്ക്ക്. കനേഡിയൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് എത്തുന്നതിന് 25% നികുതി ചുമത്തുമെന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇത്തരത്തിൽ 25% നികുതി ചുമത്തിയിരുന്നു. ചൈനയ്ക്കും 10% നികുതി ചുമത്തുകയും ചെയ്തിരുന്നു. ഈ 25% നികുതി ചുമത്തിയ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ശക്തമായി ട്രൂഡോയ്ക്കും അതുപോലെ തന്നെ ക്രിസ്റ്റ്യ ഫ്രീലാൻഡ്, അതായത് ട്രൂഡോയുടെ ധനകാര്യമന്ത്രിക്കും ഇടയിലുണ്ടായി എന്നതാണ് ഒരു പെട്ടെന്ന് ഈ ഒരു വിഷയം ഉയർന്നു വരാനുള്ളൊരു സാഹചര്യമായി കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല, ഈ ഒരു പ്രശ്നമുണ്ടായപ്പോൾ പരസ്പരം ഈ ആശയക്കുഴപ്പം അതിശക്തമായതോടുകൂടി അത് സർക്കാരിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നു എന്ന വിഷയം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് കാനഡയിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ലോക മാധ്യമങ്ങളും എല്ലാം തന്നെ ഈ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ എത്തുന്നൊരു സാഹചര്യമുണ്ടായി. ഈ പശ്ചാത്തലം കൂടി വളർന്നു വന്നതോടെയാണ് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഖാലിസ്ഥാൻവാദികളുടെ പാർട്ടി പോലും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടത്. നമുക്കറിയാവുന്നതാണ്, ഖാലിസ്ഥാൻ നേതാവ് കൂടിയും എംപിയും കൂടിയായ ജഗ്മീത് സിംഗ് വളരെ കൃത്യമായി അദ്ദേഹം രാജിവെക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സാങ്കേതികമായി ചില അവിശ്വാസ നീക്കങ്ങളെല്ലാം തന്നെ മറികടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിൽ കൂടി ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ രാജി അനിവാര്യമാണ് എന്നൊരു സാഹചര്യം തന്നെയാണ് നിലനിന്നിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ആ ഒരു പശ്ചാത്തലത്തിലാണ് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ രാജി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഭാരതവുമായി വലിയ ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അവസാന കാലഘട്ടങ്ങളിൽ അതിസങ്കീർണമാവുകയും ചെയ്തു. നമുക്കറിയാവുന്നതാണ്, കനേഡിയൻ എംബസി ആക്രമിക്കുന്നു, കാനഡയിൽ ഇന്ത്യൻ എംബസി ആക്രമിക്കുന്നു, ഇന്ത്യൻ എംബസി ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ ഔട്ട്റീച്ച് പരിപാടികളെല്ലാം തന്നെ ആക്രമിക്കുകയും അതിനെ കായികമായി നേരിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ സാഹചര്യം ഉണ്ടാകുന്ന ഖാലിസ്ഥാൻവാദികളുടെ നീക്കങ്ങളോട് അത് ജനാധിപത്യപരമായ പ്രതിഷേധം എന്ന ഒരു ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണം നടത്തി കർശനമായ നടപടികളിലേക്ക് നീങ്ങാതിരിക്കുക, അതുപോലെ തന്നെ അവിടെ നിന്നുണ്ടാകുന്ന വലിയ തോതിലുള്ള, നമുക്കറിയാവുന്നതാണ്, ഖാലിസ്ഥാൻവാദികളെല്ലാം തന്നെ കാനഡയിൽ വൻതോതിൽ ഒന്നിടപെട്ട് ചോദിച്ചോട്ടെ, അതായത് ജസ്റ്റിൻ ട്രൂഡോ അധികാരം ഒഴിയുന്നു, പാർട്ടിയുടെ നേതൃസ്ഥാനവും ഒഴിയുകയാണ്. ഇത് താൽക്കാലിക പിന്മാറ്റമാണോ അതോ ട്രൂഡോ യുഗം അവസാനിക്കുന്നു? കൃഷ്ണരാജ്, ട്രൂഡോ യുഗം നിലവിൽ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. താൽക്കാലികമായ പിന്മാറ്റം ഒരിക്കലുമല്ല. കാരണം നമുക്കറിയാവുന്നതാണ്, ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. പ്രധാനമന്ത്രി സ്ഥാനത്ത് സാങ്കേതികമായി, അതായത് ഒരു കാവൽ മന്ത്രിസഭയുടെ സ്വഭാവത്തിൽ തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് അങ്ങനെ തന്നെയാണ്. ലോക സംവിധാനങ്ങളിലെല്ലാം തന്നെ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഹയർ എക്സിക്യൂട്ടീവ് രാജിവെക്കുമ്പോൾ അടുത്ത ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാകുന്നത് വരെ അവിടെ തുടരുക എന്നതാണ്. അത്തരത്തിലൊരു കണ്ടിന്യൂവേഷൻ മാത്രമാണ് ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ 2 പദവികളും അദ്ദേഹം രാജിവെക്കുന്നു. സാങ്കേതികമായി രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ പ്രഖ്യാപനം
പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്നതാണ് ഈ വാർത്തയുടെ അന്തസത്ത എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയ കലുഷിതാവസ്ഥ, അതായത് സ്വന്തം പാർട്ടി ലിബറൽ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് പോലും വലിയ തോതിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചിരുന്ന ഖാലിസ്ഥാൻവാദികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ ഖാലിസ്ഥാൻവാദികളുടെ പിന്തുണ, ആ ഒരു വോട്ട് ബാങ്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്തു കൂട്ടിയ പ്രശ്നങ്ങളെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഒന്നൊന്നായുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയ സംഘർഷാവസ്ഥ കാനഡയിൽ ഉണ്ടാക്കുകയും അത് ഭാരതത്തോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു ഖാലിസ്ഥാൻ ഭീകരൻ്റെ മരണത്തിൽ ഭാരതത്തിന് നേരിട്ട് പങ്കുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തുന്നു. അത് ഇൻ്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചാണെന്ന് പറയുന്നു. അത്തരത്തിൽ വിവിധങ്ങളായ ചില നിലപാടുകൾ ഭാരതത്തിൻ്റെ ആ ഒരു അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന വലിയ തെറ്റായ ചില നിലപാടുകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അതിരൂക്ഷമായ പ്രതികരണം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് വിദേശകാര്യ തലങ്ങളിൽ, അതല്ലെങ്കിൽ നയതന്ത്ര തലങ്ങളിലും അല്ലാതെയും ഉണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ അതിശക്തമായൊരു വിമർശനം ലോകം മുഴുവനും വിളിച്ചു വരുത്തുകയും അമേരിക്കയിൽ നിന്ന് പോലും ഇത്തരത്തിൽ വിമർശനങ്ങൾ, തൊട്ടടുത്ത രാജ്യത്തു നിന്ന് പോലും വിമർശനങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്ത ഒരു വലിയ കാലഘട്ടം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. അവസാന ഘട്ടത്തിൽ നമുക്കറിയാവുന്നതാണ് ക്രിസ്റ്റ്യ ഫ്രീലാൻഡിൻ്റെ രാജി, അതുപോലെ തന്നെ ഈ ഖാലിസ്ഥാൻവാദികളുടെ എതിർപ്പ്, അത്തരത്തിലുള്ള ഒന്നൊന്നായി പ്രശ്നങ്ങളിൽ നിന്നും നിൽക്കുന്നിടത്തു നിന്നും മണ്ണൊലിച്ചു പോയ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാജി ഉണ്ടായിരിക്കുന്നത്. രാജി കേവലം ഒരു ധാർമ്മിക വിഷയമല്ല, ജനാധിപത്യപരമായ ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ടു, കാനഡിയൻ ജനതയുടെ പിന്തുണ നഷ്ടപ്പെട്ടു എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അത്തരം സർവേകളെല്ലാം പുറത്തു വരുന്നുണ്ട്. കാനഡയിലെ ജനങ്ങൾ വല്ലാതെ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു പ്രധാനമന്ത്രി കൂടിയാണ് ജസ്റ്റിൻ ട്രൂഡോ എന്ന ഒരു റിപ്പോർട്ടുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിഗമനങ്ങളും പഠനങ്ങളുമെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്.